പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഏവരെയും ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വലതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഷെയർ ചെയ്യുക. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ അപ്ഡേഷൻസും പേയ്മെൻറ്റിനെ കുറിച്ചുമുള്ള അറിയിപ്പുകളുമൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനേകം മെമ്പേഴ്സ് ഇന്ന് പരസ്യം വരാത്തത് കൊണ്ടും പേയ്മെൻറ്റ് ലഭിക്കാത്തത് കൊണ്ടും നിരാശയിലും അസ്വസ്ഥതയിലേക്കുമായി വീഡിയോ പോലും കാണാത്ത അവസ്ഥ, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരവസ്ഥ, പിന്നെ മറ്റുള്ളവരുടെ സംസാര രീതി പോലും മാറ്റി സംസാരിക്കുന്ന അവസ്ഥ, ഇപ്രകാരമുള്ള ഒരുപാട് അവസ്ഥയിലേക്ക് ഒരുപാട് വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ട്. സോളെ കമ്പനി നേരിടുന്ന പല കാര്യങ്ങളും അവർ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിലും അവർ നേരിടുന്ന പല പ്രതികൂലങ്ങളും ഇന്ന് പല ലീഡേഴ്സിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ന്യൂസ് ലെറ്റർ തിങ്കളാഴ്ച ഇന്നലെ ഒരു ന്യൂസ് ലെറ്റർ വരണമായിരുന്നു, അത് വന്നില്ല. അതിന് ഇമെയിലിലൂടെ റിപ്ലൈ തന്നത് അവരാഗ്രഹിച്ച രീതിയിൽ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം അപ്ഡേഷൻസ് ഒന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ന്യൂസ് ലെറ്റർ അയക്കാഞ്ഞത്. അതുപോലെ തന്നെ സോളെ ഴാക്ക വാലറ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ UAE നടക്കുന്നത്, അതും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന അപ്ഡേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് നടക്കുകയില്ല. കാരണം അത് ഓരോ ഏജൻസികളെയാണ് ഏൽപ്പിക്കുന്നത്. ആ ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ജോലി തിരക്കനുസരിച്ച്, അല്ലെങ്കിൽ അവർ മറ്റ് പല ജോലികളും ഒരുപക്ഷെ അവർ കാണും, മറ്റ് പല എഗ്രിമെൻറ്റുകൾ കാണും, അതനുസരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ UAE ഒരു പ്രസിദ്ധമായ കമ്പനിയിലാണ് ഈ നമ്മുടെ ഴാക്ക വാലറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിനെ കുറിച്ചും കമ്പനി പറഞ്ഞിരുന്നു, ഈ തിങ്കളാഴ്ച ഷിപ്പിംഗ് ചെയ്യുമെന്നാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച 7-ാം തീയതി അയക്കും എന്നാണ് കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ അതിനും ചില സാങ്കേതിക തടസ്സങ്ങൾ കമ്പനി നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആവാഞ്ഞ കാരണത്താലാണ് അവർ ന്യൂസ് ലെറ്റർ അയക്കാഞ്ഞത്. കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻസ് കിട്ടാഞ്ഞതുകൊണ്ട് ഞാനും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അപ്ഡേഷൻസ് കിട്ടാതെ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുമ്പോൾ ഒരു ആവർത്തന വിരസത കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ആവർത്തന വിരസതയുണ്ട്. കാരണം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തതും പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ മാത്രമല്ല, ഞാനും ജോയിൻ ചെയ്തത് പേയ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കമ്പനിയുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം നീണ്ടു പോകുന്നത് അത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളാണ്. ഇതിൻ്റെ അപ്ഡേഷൻസ് ഉദ്ദേശിച്ച സമയങ്ങളിൽ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടും നമുക്ക് ഡെബിറ്റ് കാർഡ് ലഭിച്ചു. അതിനുശേഷം ഫ്യൂച്ചർ ഷെയറുകളുമെല്ലാം ഫിനിഷായതിനു ശേഷം ഴാക്ക വാലറ്റ് അപ്ഡേറ്റ് ആവും. അതിനുശേഷമായിരിക്കും ഈഹ കമ്പനിയുടെ പേര് മാറുന്നതും. ഈഹ കമ്പനി പേര് മാറുന്നത് ഇത് 3 അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഈഹയുടെ പേര് മാറുന്നത്. ഈഹായുടെ പേര് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പെയ്ഡ് ആർട്സും അതിൻ്റെ പേയ്മെൻറ്റ് റിലീസിങ്ങിൻ്റെ ഡേറ്റുമൊക്കെ കമ്പനി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, കമ്പനിയുടെ പ്രത്യേക അപ്ഡേഷൻസ് ഇനി വരുന്ന ന്യൂസ് ലെറ്ററിലൂടെ നമ്മളെ അറിയിക്കുകയുള്ളൂ. കാരണം ഇന്നലെ രാത്രി കിട്ടിയ ഇമെയിലിലൂടെയും ഴാക്ക വാലറ്റ് അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഷിപ്പിങ്ങിൻ്റെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, എന്തൊക്കെയോ നിയമപരമായിട്ട് ചില തടസ്സങ്ങൾ, അവയെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ദിവസങ്ങൾ തന്നെ ഒരു ന്യൂസ് ലെറ്റർ തരും. അതുപോലെ തന്നെ ഈഹായും ഒരു ന്യൂസ് ലെറ്റർ തരും. ഈഹ ന്യൂസ് ലെറ്റർ തരുന്നത് ഈ 3 അപ്ഡേഷൻസും കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഈഹ ന്യൂസ് ലെറ്റർ തരുന്നതും. അതോടൊപ്പം നമുക്ക് പെയ്ഡ് ആർട്സും പേയ്മെൻറ്റ് റിലീസിങ്ങിൻ്റെ ഡേറ്റുമൊക്കെ നമുക്ക് നൽകുന്നത്. സോളെ കമ്പനി 100% ജെനുവിനായിട്ട് തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. പേയ്മെൻറ്റ് ലഭിക്കാത്തത് അതിന് പലവിധ നിയമ തടസ്സങ്ങളുണ്ട്. അത് ന്യൂസ് ലെറ്ററിലൂടെയും ആ തടസ്സങ്ങൾ എന്താണെന്ന് ന്യൂസ് ലെറ്ററിലൂടെ അവർ അറിയിക്കുകയില്ല. പല ലീഡേഴ്സിനും അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൗറളെ നമുക്ക് മനസ്സിലാവാത്ത പല പ്രതികൂലങ്ങളിലൂടെയുമാണ് കമ്പനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം പേയ്മെൻറ്റ് റിലീസ് ചെയ്യാൻ കമ്പനിക്കാണ് ആഗ്രഹം. കാരണം കമ്പനി മുന്നോട്ടുള്ള നടത്തിപ്പിന് ഓരോ മെമ്പേഴ്സിൽ നിന്നും ലഭിക്കുന്ന 48 യൂറോയിൽ 20 യൂറോ നമുക്ക് ലെവൽ ഇൻകമായും മറ്റ് 28 യൂറോ ആണ് കമ്പനിയുടെ നടത്തിപ്പിനായിട്ട് നമ്മിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ആരംഭിച്ചാൽ മാത്രമേ എല്ലാ മെമ്പേഴ്സിൽ നിന്നും ഈ 48 യൂറോ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ കമ്പനിയും സുഗമമായിട്ട് മുന്നോട്ട് റൺ ആവുകയുള്ളൂ. അപ്പോൾ നമ്മേക്കാൾ കൂടുതൽ ആഗ്രഹം പേയ്മെൻറ്റ് റിലീസ് ആകണമെന്ന് കമ്പനിക്കാണ് ആഗ്രഹം. പക്ഷേ പലവിധ സാങ്കേതിക നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. എങ്കിലും അവരുടെ അപ്ഡേഷൻസ് അവരുടെ എല്ലാവിധ നിയമ തടസ്സങ്ങളുമെല്ലാം മാറുവാൻ അവരുടെ മെമ്പേഴ്സ് അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, കുറച്ചുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകൂ. അപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി പേയ്മെൻറ്റ് ഡേറ്റ് അറിയിക്കുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. പക്ഷേ അത് വീണ്ടും ലേറ്റാകാനാണ് സാധ്യത. കാരണം അവർ ഉദ്ദേശിച്ച സമയത്ത് ഡെബിറ്റ് കാർഡുകൾ അയക്കാനുള്ള തടസ്സങ്ങൾ, അതുപോലെ ഴാക്ക വാലറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ചില സാങ്കേതിക തകരാറും ബുദ്ധിമുട്ടുകളും, അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കമ്പനി. അപ്പോൾ നമ്മളെ വരുന്ന ന്യൂസ് ലെറ്റർ നമുക്ക് വിശദമായിട്ട് ഈ അപ്ഡേഷൻസിനെ കുറിച്ചെല്ലാം കമ്പനി അറിയിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് വല്ല ഇൻഫർമേഷൻസും കിട്ടുന്നു എങ്കിൽ ഇപ്പോൾ കുമ്പളം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ നമ്മളെ, അപ്പോൾ ഇതുവരെ പ്രത്യേകിച്ച് കമ്പനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതാണ്. ഡെബിറ്റ് കാർഡിനെ കുറിച്ചും ഴാക്ക വാലറ്റിനെ കുറിച്ചും പറയുവാനുള്ള അതിൻ്റെ അപ്ഡേഷൻസ്. അതിനകത്ത് ചില സാങ്കേതിക തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അത് ഇതുവരെ റെഡിയാവാഞ്ഞത്. ഈ ദിവസങ്ങൾ തന്നെ അതെല്ലാം അപ്ഡേറ്റ് ആകും. അതിനുശേഷം നമുക്ക് അതെല്ലാം റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അവർ ന്യൂസ് ലെറ്ററിലൂടെയും അറിയിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ന്യൂസ് ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം അവരുടെ ഏതെങ്കിലും ഒരു അപ്ഡേഷൻസ് എങ്കിലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ ന്യൂസ് ലെറ്ററിലൂടെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കുറച്ച് ദിവസം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക. ആരും നിരാശയിലേക്കോ അസ്വസ്ഥതയിലേക്കോ പോകരുത്. ലൈഫ് സ്റ്റൈൽ പേയ്മെൻറ്റ് തരുന്നതിന് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലീഡേഴ്സിനെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാതിരിക്കുക. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. കാരണം നമുക്കെല്ലാവർക്കും പേയ്മെൻറ്റ് ലഭിക്കുക തന്നെ ചെയ്യും. അത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ പേയ്മെൻറ്റ് തരുന്നതിന് ലേറ്റാകുന്നു, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതിനിപ്പോൾ എനിക്കോ നിങ്ങളെ ജോയിൻ ചെയ്യിച്ച ലീഡേഴ്സിനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ലീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി ഇതിന് പേയ്മെൻറ്റ് റിലീസ് ചെയ്യണമെങ്കിൽ അതിന് മുൻപ് നടക്കേണ്ട എല്ലാവിധ അപ്ഡേഷൻസും നടക്കണം. നമ്മളൊരു വലിയ കെട്ടിടം പണിയുമ്പോൾ മേൽക്കൂര പണിയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ശരിയാവണം. അടിസ്ഥാനം ശരിയായി പില്ലറുകൾ കെട്ടി പൊങ്ങി വന്നാൽ മാത്രമേ മേൽക്കൂര പണിയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇതിൻ്റെ മുകളിലെ കോൺക്രീറ്റ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അതിൻ്റെ അടിസ്ഥാനം ശരിയായിട്ടില്ല. അപ്പോൾ കമ്പനിയുടെ ശരിയായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർക്ക് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങൾ ഇനിയും സ്വല്പം മിനുക്കുപണി കൂടെ ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ കമ്പനി സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ അടിത്തറ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ മേൽക്കൂര പണിയാൻ പറ്റൂ. അതുപോലെയാണ് നമുക്ക് പേയ്മെൻറ്റ് റിലീസിങ്ങും അതിന് ശേഷമേ അവർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൈഫ് സ്റ്റൈൽ പൂട്ടിപ്പോയിട്ടൊന്നുമില്ല. ചില വ്യക്തികളുടെയൊക്കെ ഡയലോഗ് അങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഉണ്ടോ, പരസ്യങ്ങൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് പരസ്യം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് കമ്പനിയൊന്നും പൂട്ടിയിട്ടില്ല. കാണുന്ന എല്ലാവർക്കും പരസ്യം വരുന്നുണ്ട്. ഓക്കെ നമ്മളെ, ഇപ്പോൾ ആരും പരസ്യം കാണാതിരിക്കരുത്. കാരണം പിന്നീട് ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ പല വ്യക്തികളും വിളിച്ചു, ഒരു മാസമായി 3 ആഴ്ചയായൊക്കെ പരസ്യം കാണാതിരുന്ന് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ പരസ്യം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് കമ്പനിക്ക് തന്നെ ലെറ്റർ എഴുതുക. കമ്പനി support@iha.com ലെറ്റർ എഴുതുക. അവർ തരുന്ന മറുപടി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലീഡേഴ്സിനെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് യാതൊരു പ്രയോജനമില്ല. ഓക്കെ നമ്മളെ, നിങ്ങൾക്ക് തരുന്ന അപ്ഡേഷൻസ് എല്ലാം ഈ യൂട്യൂബിലൂടെ, പോൾ കുമ്പളം എന്ന യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുക. ഓക്കെ, പരസ്യം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുക. നമ്മൾ മനസ്സ് അസ്വസ്ഥതപ്പെട്ടിരുന്നാൽ നമുക്ക് തന്നെയാണ് ദുഃഖം കൂടുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം.
അപ്പോൾ ഇതിലെ ലൈഫ് സ്റ്റൈലിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ കുടുംബങ്ങളും സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മളെ പേയ്മെൻറ്റ് ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് സ്വാഭാവികമായി ദുഃഖങ്ങളുണ്ട്. ആ ഉള്ളിലെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പം നിഷ്പ്രയോജനമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഓക്കെ, എല്ലാവരും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ലൈഫ് സ്റ്റൈലിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പൊൻകരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നാനാജാതി മതസ്ഥരെയും ജോലിയുള്ളവരെയും ഇല്ലാത്തവരെയും സമ്പന്നരെയും ദരിദ്രരെയും എല്ലാം ഒരേ കുടക്കീഴിലാക്കുവാൻ ആഗ്രഹിക്കുന്ന നല്ല പിതാവായ ദൈവമേ, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.